I look at you and it's easy to see you are that someone I've been trying to meet. I got you. Hello guys, welcome back to my channel. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കോലം കണ്ടാലെന്ന് അറിയുമായിരിക്കും, ഞാനിപ്പോൾ എണീറ്റിട്ടേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തു ഇങ്ങനെ ഒക്കെ കഴുകി. ഭയങ്കര ഇടിയും മഴയാണ് പുറത്ത്. ഞാൻ ജസ്റ്റ് ഒന്ന് മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ചു. ഇനി നമുക്ക് താഴെ പോയിട്ട് നമ്മൾ പരിപാടികൾ നോക്കണം. അപ്പോൾ ഞാൻ ഇന്നൊരു വ്ളോഗ് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു എനിക്ക് നിങ്ങളോട് ഒരു ഹാപ്പി ന്യൂസ് പറയാനുണ്ടെന്ന്. ആ ഹാപ്പി ന്യൂസ് ഞാൻ ഇപ്പം തന്നെ റിവീൽ ചെയ്യാണ്. ഇന്ന് എൻ്റെ ഒരു ഫസ്റ്റ് ഡേ ഓഫ് വർക്കാണ് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് കുറച്ച് പേർക്ക് അറിയാമായിരിക്കും, ഇതെൻ്റെ ഫസ്റ്റ് ജോബ് ഒന്നുമല്ല. ഞാൻ ലാസ്റ്റ് 3 years ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. പക്ഷേ ഒരു 6 months ആയിട്ട് എനിക്ക് കുറച്ച് ഹെൽത്ത് വൈസ് കുറച്ച് അലർജിക് ഇഷ്യൂസ് ഒക്കെ കാരണം എനിക്ക് എൻ്റെ ജോബ് റിസൈൻ ചെയ്യേണ്ടി വന്നു. ബിക്കോസ് ഇവിടെ ഈ എനിക്ക് ഡസ്റ്റ് അലർജീൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇവിടെ ഈ റോഡിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് ഉള്ളതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് ഒരു അറൗണ്ട് ഒരു 1 hour ഉണ്ട് അങ്ങോട്ട് പോകാൻ. പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരം തിരിച്ച് ഇങ്ങോട്ട് വരണം. അപ്പോൾ ഈ ബസ്സിൽ എത്ര മാസ്ക് ഇട്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഈ ഭയങ്കര പൊടിയടിച്ചിട്ട് എനിക്ക് അലർജി കൂടിയിട്ട് എനിക്ക് കുറച്ച് പ്രശ്നമായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നോട് ലൈക്ക് ഐ ഹാവ് ടു ക്വിറ്റ് മൈ ജോബ്, എനിക്ക് റെസ്റ്റ് വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ലാസ്റ്റ് ജോബ് ഭയങ്കര വിഷമത്തിൽ ഞാൻ ക്വിറ്റ് ചെയ്തതായിരുന്നു. എനിക്ക് എന്താ പറയാ, അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഞാൻ അവിടെ ഹോസ്റ്റലിൽ നിൽക്കണം. പക്ഷെ അതൊരു ഇതായിട്ട് തോന്നാത്തതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് എൻ്റെ ബോഡി കെയർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ആ ജോബ് ക്വിറ്റ് ചെയ്തു. അതിനുശേഷം എനിക്ക് എന്താ പറയുക, ഞാൻ നമ്മുടെ ഈ യൂട്യൂബ് ചാനലൊക്കെയാണ് ആകെ കുറച്ച് നോക്കിയത്. പക്ഷെ അതും ഞാനൊരു ജോബായിട്ട് എടുത്തില്ല. അതിനുശേഷം ഞാനൊരു കോഴ്സിന് ചേർന്നു. ലൈക്ക് ഞാനൊരു ബൈ പ്രൊഫഷൻ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിരുന്നു. അപ്പോൾ ആ ഒരു ഫീൽഡിലേക്ക് തന്നെ തിരിച്ചു പോയാലോ എന്നൊരു തോട്ട് പ്രോസസ്സ് വന്നിട്ട് ഞാൻ ഒരു കോഴ്സ് ചെയ്തു, ഒരു ഇന്റേൺഷിപ്പ് പോലെ ഒരു 3 months. പിന്നെ ഞാൻ ഇപ്പോൾ ലാസ്റ്റ് ടൈം അപ്പു വന്ന് ലീവ് കഴിഞ്ഞ് പോകുമ്പോഴാണ് ഞാൻ പറഞ്ഞു, അപ്പു ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയാലോ, എനിക്കിപ്പോൾ പ്രശ്നമൊന്നും ഇല്ലല്ലോ, ഞാൻ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം, നമുക്ക് വേറെ എവിടെയെങ്കിലും നോക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ കൊച്ചി, ബാംഗ്ലൂർ അതൊക്കെ എൻ്റെ കൺസിഡറേഷനിലുണ്ടായിരുന്നു. കുറേ ഓഫേഴ്സ് വന്നു. പക്ഷെ എനിക്കിഷ്ടപ്പെടുന്നത് എന്താ പറയുക, നമുക്ക് ഒരു പോസിബിൾ അല്ലാത്തതും അവർക്ക് പോസിബിൾ ആയത് എനിക്ക് ചിലത് ഇഷ്ടപ്പെടാത്തതൊക്കെ ആയിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം അപ്പം ഞാൻ ഇങ്ങനെ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയിട്ടോ, എന്താണ് എന്നാലും ഇത് ഇങ്ങനെ ആയിപ്പോകുന്നത്. എൻ്റെ ഇപ്പം ചിലതൊക്കെ എനിക്ക് കിട്ടിയിട്ട് അവർ എന്താ പറയുക ലാസ്റ്റ് ലെവൽ ഓഫ് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മാനേജ്മെൻറ്റിനെ ഒന്ന് വന്ന് മീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് വരുന്ന മെയിൽ വരെ ഞാൻ കാണാണ്ട് പോയിട്ട് ആ ഓഫർ എൻ്റെ കയ്യിൽ മിസ്സായി പോവുക. അങ്ങനെയൊക്കെ ഒരുപാട് ബാഡ് ലക്സ് എനിക്ക് ആ സമയത്ത് ഉണ്ടായി. അതിനുശേഷം എനിക്ക് നല്ലൊരു ഓഫർ വന്നു. അത് ഓൾമോസ്റ്റ് ഒരു 1 month മുകളിലായി ഞാൻ എൻ്റെ ഇൻ്റർവ്യൂ പ്രോസസ്സൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നത്. എനിക്ക് മനസ്സിലിങ്ങനെ തോന്നി കിട്ടുമായിരിക്കും, പക്ഷെ കിട്ടാൻ ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ടായിരുന്നില്ല. ബിക്കോസ് നല്ലൊരു കമ്പനിയാണ്. ദ ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് വർക്ക് ഫ്രം ഹോം. എൻ്റെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റിയിൽ ഞാൻ വർക്ക് ഫ്രം ഹോം വെച്ചായിരുന്നു. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ലോങ് ടേമിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് അപ്പൂൻ്റെ കൂടെയൊക്കെ പോകുമ്പോൾ എനിക്ക് ജോലി ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് വർക്ക് ഫ്രം ഹോമേ പറ്റൂ. അല്ലാതെ ഇവരുടെ കൂടെ ഏതെങ്കിലും കുതാപ്പ് പോയി കിടക്കുമ്പോൾ ഞാൻ അവിടെ ജോലി കണ്ടുപിടിക്കാനാണ്. സോ എനിക്ക് ഉണ്ടായിരുന്നു നല്ലൊരു ഫേമിൽ ഒരു വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ഒരു ലക്ക് ഫാക്ടർ ആയിരുന്നു എനിക്ക്. ദൈവം എനിക്ക് ഒരു ഗിഫ്റ്റ് പോലെ അത് തന്നു. ഇപ്പോൾ ഇന്ന് എൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് വർക്കാണ്. അപ്പോൾ ഐ തോട്ട് ഓഫ് ഡൂയിങ് എ വ്ളോഗ്. എങ്ങനെയായിരിക്കും എൻ്റെ ഒരു ദിവസം, ഞാൻ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. എൻ്റെ ടൈം ഷെഡ്യൂൾ വരുന്നത് 11:30 to night 8:30 9:30 വരെയൊക്കെ പോകും എന്നൊക്കെയാണ് പറയുന്നത്. ഇൻ ബിറ്റ്വീൻ ബ്രേക്സ് ഉണ്ടായിരിക്കും. പക്ഷേ ഫസ്റ്റ് 2 months ഒരു ട്രെയിനിങ് പോലെയൊക്കെ അല്ലേ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ടൈം ഷെഡ്യൂൾ ഇങ്ങനെയാണ്. ഇത് ഷിഫ്റ്റ് പോലെയാണ് വർക്ക്. അപ്പോൾ എൻ്റെ ഷിഫ്റ്റ് വരുന്നത് ഇങ്ങനെയാണ്. സോ നമുക്ക് ഇന്ന് ഓരോന്നൊക്കെ ചെയ്ത് ഐ എം സോ എക്സൈറ്റഡ് ആക്ച്വലി, ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ആൻഡ് ഐ എം സോ താങ്ക്ഫുൾ. എല്ലാവരോടും താങ്ക്ഫുൾ ആൻഡ് ഗോഡ് ഐ ലവ് യു. ബിക്കോസ് എന്നെ അങ്ങനെ വിഷമിപ്പിക്കാറില്ല. എന്തായാലും ഫൈനലി ഐ ഗെറ്റ് മൈ ഡ്രീം ജോബ് എന്നാണെങ്കിൽ പറയാം. ഡ്രീം ജോബ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഡ്രീം കമ്പനി ജോബ് ഒന്നുമല്ല, പക്ഷെ എനിക്ക് ലൈക്ക് എന്താ പറയുക, മനസ്സിലായില്ലേ, നമുക്കൊരു ഗുണവത്തായിട്ടുള്ളൊരു ജോലിയായിപ്പോയി. സോ നമുക്ക് താഴെ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിച്ച് തിരിച്ചു വരാം. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇതെന്ത് വെള്ളമാണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ?
നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ കുറച്ച് പണിയാവും. ഓഫ് കോഴ്സ് പച്ചവെള്ളമാണ്. പച്ചവെള്ളത്തിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു സാധനം കൂടെ ഇട്ടിട്ടുണ്ട്. അത് വേറെ ഒന്നല്ല, നമ്മളെ കുങ്കുമപ്പൂവാണ് കേട്ടോ. ഞാൻ എവിടേക്കോ കണ്ടു ഈ കുങ്കുമപ്പൂ ഇട്ടിട്ട് രാവിലെ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. നമ്മൾ ഭയങ്കര റിച്ച് ആയതുകൊണ്ടാണെന്നൊന്നും വിചാരിക്കരുത്. അപ്പോൾ കാശ്മീർ അല്ലേ, അപ്പോൾ വരുന്ന സമയത്ത് കൊണ്ട് തരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ വീട്ടിൽ സ്റ്റോക്ക് ഉണ്ട്. സോ അതുകൊണ്ട് ഞാനത് ഉപയോഗിച്ചു. പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി കേട്ടോ ഞാൻ നോക്കുന്നത്. അപ്പോൾ ആ വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇങ്ങനെ ആയിപ്പോവും. ഇത് സ്കിന്നിനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഇന്ന് ഉപ്പുമാവായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായത്. അങ്ങനെ വേഗം ഒരു പ്ലേറ്റിൽ കുറച്ച് എടുത്തിട്ട് ഞാനും അമ്മയും കഴിക്കാൻ തുടങ്ങി കേട്ടോ. അമ്മേൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്നുണ്ട്. ഞാൻ അമ്മേനോടാണ് സംസാരിക്കുന്നത്. എനിക്ക് എണീറ്റ് വാട വന്ന് പെട്ടെന്ന് ചടപടാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ ഇന്ന് ഞാൻ ഒട്ടും ഡിലേ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വേഗം കഴിക്കുന്നുണ്ട്. സാധാരണ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കി ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ ആക്കിയതിന് ശേഷമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കഴിക്കുക. കാരണം എനിക്കിങ്ങനെ എന്തോ ഒരു സുഖം കിട്ടില്ല രാവിലെ എണീറ്റ് വാട ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുമ്പോൾ. ഹലോ ഗായ്സ്, അപ്പം ഞാനങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്നു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റെഡി ആവണം. ഞാൻ എൻ്റെ പഴയ ഒരു ഫോമൽ ഔട്ട്ഫിറ്റിലേക്ക് ഞാൻ മാറിയിട്ടുണ്ട്. ഇതെനിക്ക് കൊള്ളുന്നില്ല, ടൈറ്റാണ്. എങ്ങനെയോ ഞാൻ ഇതിനുള്ളിൽ കുത്തി കൊള്ളിച്ചു തന്നെ. പിന്നെ ഇപ്പോൾ ഇവന്തോ ഇതൊരു വർക്ക് ഫ്രം ഹോം ജോബ് ആണെങ്കിലും എനിക്ക് ലൈക്ക് ഐ ഹാവ് ടു ബി ഇൻ മൈ ഫോമൽസ് ആൻഡ് ബി പ്രസൻറ്റബിൾ. ബിക്കോസ് നമുക്ക് എപ്പോഴും സൂം കോൾസ് വരും, അതുപോലെ നമ്മൾ ക്ലയൻസ് ആയിട്ട് മീറ്റിംഗ്സ് ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ബി ഇൻ എ പ്രസൻറ്റബിൾ ഫേസിലായിരിക്കണം എന്ന് മാൻഡേറ്ററി ആണ്. നമുക്ക് ഡ്രസ് കോഡ് ഫോളോ ചെയ്യണം. അല്ലാണ്ട് ഇപ്പം മേ ബി കുറച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി കാഷ്വൽ ഔട്ട്ഫിറ്റ്സ് ഒക്കെ പറ്റുമായിരിക്കും. ബട്ട് എന്നിരുന്നാലും നമുക്ക് എന്താ പറയുക, ജസ്റ്റ് ജമ്പ് ഔട്ട് ഓഫ് ദ ബെഡ് എന്ന് പറയുന്ന സംഭവം നമുക്ക് പറ്റത്തില്ല. ഇങ്ങനെ വൃത്തിക്ക് മെനയ്ക്കും ഇരിക്കണം. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് കുറച്ച് അധികം വൃത്തിക്ക് ഇരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഫോമൽ ലുക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക്കും കണ്ണൊന്നും അങ്ങനെ എഴുതൊന്നുമില്ല, ജസ്റ്റ് ഒരു വിങ് ഇട്ടാലായി. അങ്ങനെ ഒരു മിനിമൽ ലുക്കിൽ ഞാൻ റെഡി ആയിട്ട് ഞാൻ വരാം. ഞാൻ റെഡി ആയിട്ടുണ്ട്. ദിസ് ഈസ് ദ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ എന്ന് പറയുന്ന സംഭവം. ഇതെൻ്റെ ഒരു കുറേ മുന്നത്തെ ഒരു ഔട്ട്ഫിറ്റാണ് കേട്ടോ. അപ്പം ഞാൻ മേക്കപ്പും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ലിപ്സ്റ്റിക് ഇട്ടു, അത്ര തന്നെ ചെയ്തിട്ടുള്ളൂ ഒന്ന്. പക്ഷെ എനിക്ക് ചെറിയൊരു കോൾഡിൻ്റെ ഒരു പ്രശ്നം ഇങ്ങനെ അച്ചി പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതിനി എനിക്കൊരു പ്രശ്നമാവോ എന്നൊരു ഇതുണ്ട്. അപ്പോൾ നമുക്ക് സമയമുണ്ട്, കുറച്ച് സമയം കൂടെ ഉണ്ട്. അതിനിടയ്ക്ക് നമുക്കിനി ചെറിയൊരു 2 ആൾക്കാർ വരാനുണ്ട് ഇവിടെ. നമുക്കൊരു വൈഫൈൻ്റെ സെറ്റപ്പ് ആക്കാനുണ്ട്. ബിക്കോസ് ഇനി എനിക്ക് ഈ ഫോണിലെ നെറ്റ് മാത്രം പോരാ. വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, സ്പീഡൊന്നും കിട്ടില്ല. അപ്പോൾ നമ്മളിന്ന് വൈഫൈ സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആൾക്കാർ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. എനിക്കാണെങ്കിൽ 11:20 ആകുമ്പോഴത്തേനും എനിക്ക് കയറണം. 11:30 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിലും 10 minutes പ്രയർ നമുക്ക് ജോയിൻ ആയിട്ട് ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഒരു മീറ്റിംഗ് പോലെയൊക്കെയാണ്. പക്ഷേ ഇവരിനി ഓൺ ദ വേ എന്ന് പറഞ്ഞിട്ട് കുറച്ച് സമയമായി. ഇവർ വന്ന് ഞാനിനിയിപ്പോൾ ഇതിനകത്ത് കയറിയതിന് ശേഷം അവർ വന്നെങ്കിൽ കുറച്ച് എന്ത് ചെയ്യുമോ. പിന്നെ നമ്മളിവിടെ ജസ്റ്റ് ഒരു മിനി ഓഫീസ് സെറ്റപ്പ് പോലെ ഞാനിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. നമുക്കൊരു ചെയറൊക്കെ ഇനി സെറ്റ് ആക്കണം. എൻ്റെ കയ്യിൽ ലാപ്പ് ഉള്ളതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. പിന്നെ ബെഡൊന്നും നിങ്ങൾ നോക്കണ്ട, അതിൽ മറ്റേ സാധനങ്ങളൊക്കെ എന്തൊക്കെ ഉണ്ട്. സോ അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു കാര്യം. ഐ എം സോ എക്സൈറ്റഡ് ആൻഡ് എനിക്ക് നല്ല ടെൻഷനുണ്ട്. ബിക്കോസ് ഫസ്റ്റ് എങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാനൊരു വർക്ക് ഫ്രം ഹോം എന്നുള്ളൊരു സാധനം ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ വർക്ക് ഫ്രം ഹോം ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ സിക്കൊക്കെ ആയാലൊക്കെ ഞാൻ നാട്ടിലേക്ക് വരുമ്പോഴൊക്കെ അങ്ങനെ 10 days സ്ട്രേറ്റ് അങ്ങനെയൊക്കെ ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചില ദിവസം വർക്ക് ഫ്രം ഹോം എടുക്കാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ ഒരു സംഭവം എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല അന്നേരം. പക്ഷേ ഇത് ഇനി എങ്ങനെയാവും ഒരു ലൈക്ക് ഇനി അങ്ങോട്ട് ഡെയിലി വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന സമയത്ത് എനിക്ക് കുറച്ച് ടെൻസ്ഡാണ്. പക്ഷെ എന്നാലും ഐ എം സോ ഗ്രേറ്റ്ഫുൾ. ബിക്കോസ് ഞാൻ ഭയങ്കര ആഗ്രഹിച്ച ഒരു കാര്യമാണ്. എനിക്ക് ഫാമിലിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് എനിക്ക് ഉണ്ട്. അതുകൊണ്ടാണ് എനിക്ക് പല ഡിസിഷൻസും അന്ന് എടുക്കാമായിരുന്നു. എന്താ പറയുക, ഇപ്പോൾ എനിക്ക് ട്രാവൽ പോസിബിൾ അല്ലെങ്കിൽ എന്ത് ചെയ്യാമെന്ന് എനിക്ക് ചിന്തിക്കാമായിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തില്ല. പിന്നെ എനിക്കിതൊരു ലോങ് ടേമിലേക്ക് വേണം. എനിക്ക് വർക്ക് ചെയ്യുകയും വേണം, എന്നാൽ അപ്പൂൻ്റെ കൂടെ നിൽക്കുകയും വേണം. അപ്പോൾ എനിക്ക് ദൈവമായി കൊണ്ടു തന്ന ഒരു സാധനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എൻ്റെ മാക്സിമം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റട്ടെ എന്ന് നിങ്ങളും പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടിയിട്ട് കേട്ടോ. സോ നമുക്ക് അവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വേഗം ഒന്ന് വന്നെങ്കിൽ പ്രശ്നം ഉണ്ടായില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ വൈഫൈൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് അവർ പോയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം തുടച്ച് വൃത്തിയാക്കണം. ഫുള്ള് ചെളി പോലെയാക്കി. എന്താണ് ഇവർ ഇങ്ങനെ ചെയ്തതെന്നറിയില്ല. പക്ഷേ ചുമരിലൊക്കെ ഫുള്ള് ചെളിയൊക്കെ ആക്കിയിട്ട് പോയിട്ടുണ്ട്. എന്തായാലും പരിപാടി തീർന്നു. ഇതിൻ്റെ ഒരു സാധനം ഇവിടെ പുറത്താണെന്നാണ് പറഞ്ഞത്.
ഇതാ നമ്മുടെ ഒരു ഇതിൻ്റെ ആൻറ്റീനയാ, എന്താ ഇത് സാധനത്തിന് എന്താ പേര് പറയാന്നറിയില്ല, മറ്റേ റേഞ്ച് പിടിക്കുന്ന സാധനം അവിടെയാണ്. അപ്പോൾ ഇനി നെറ്റിൻ്റെ പ്രശ്നം വരില്ല എന്ന് വിചാരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അവർ വന്ന് പോയി, അവരെ കണ്ടില്ല ഞാൻ അതിനകത്തായിപ്പോയി. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ആ വീഡിയോ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വേറെ ദിവസമാണ് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ഔട്ട്ഫിറ്റ് മാറിയപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ലേ. അന്ന് പിന്നെ ഫുള്ള് ഞാൻ ഭയങ്കര എന്താ പറയുക, ഫസ്റ്റ് ഡേ അല്ലേ, നമുക്ക് കുറച്ച് വർക്ക്സ് ഒക്കെ വന്നപ്പോൾ എനിക്ക് എങ്ങനെയാണ് കുറേ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇങ്ങനെ HR ഇൻഡക്ഷൻ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടാവില്ലേ, കമ്പനീൻ്റെ നോംസ് ആൻഡ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ പറയുന്നത് ആ ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ ഫുൾ നമ്മൾ ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ എനിക്ക് അതിൻ്റെ ഇടയിൽ വ്ളോഗൊന്നും എടുക്കാനോ അങ്ങനത്തെ ഒരു സെറ്റപ്പൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ ഫസ്റ്റ് ഡേ അല്ലേ, നമുക്കൊരു ഭയങ്കര ഓവർ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ലേ ഗായ്സ്. എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, അപ്പോൾ ഞാൻ പിന്നെ വരെ ബൈ. ഞാൻ കുറേ ആളോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ജോലി കിട്ടിയ കാര്യം. പക്ഷേ പറഞ്ഞവരൊക്കെ എന്നോട് പറഞ്ഞത് നീ യൂട്യൂബ് നിർത്തരുത് എന്നാണ്. എൻ്റെ ആഗ്രഹം അതാണ്. യൂട്യൂബ് ഒരിക്കലും ഞാൻ നിർത്തുമൊന്നുമില്ല. ഞാനിങ്ങനെ വീഡിയോസ് ഇടേണ്ട കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. എല്ലാം കൂടെ വേണ്ട. കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മളൊരു ഇതിലങ്ങ് എത്തും. കാരണം വീട്ടിലത്തെ കാര്യങ്ങളും നമ്മുടെ സ്വന്തം കാര്യങ്ങളും ജോലീൻ്റെ കാര്യങ്ങളും അതുപോലെ ഇപ്പോൾ യൂട്യൂബിൻ്റെ കാര്യങ്ങളും യൂട്യൂബ് ചാനൽ വീഡിയോ ഇടുന്നവർക്ക് അറിയാം ഇതിനെ നമ്മൾ എത്ര എഫേർട്ട് കൊടുക്കണം എന്ന്. അപ്പോൾ എന്താ പറയുക, എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാനും വിശ്വസിക്കുന്നു. നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കണം എന്നൊക്കെ വിചാരിക്കുന്നത്. എന്നാലേ ഉള്ളൂ എനിക്ക് ഭയങ്കര ഇങ്ങനെ ഒരു സ്ട്രെസ്ഡ് ഔട്ട് ആവാണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഭ്രാന്ത് പിടിക്കും. അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, ഇത് എന്ന് പറഞ്ഞിട്ട്. ഇത് നമ്മളൊരു മറ്റേ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ടൈം ടേബിൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ പോലെ പക്ഷേ ഒരു മെഷീൻ ലൈഫൊന്നും എനിക്ക് പറ്റില്ല. എനിക്ക് എൻ്റേതായ രീതിയിൽ വേണം. പക്ഷേ നമുക്കെപ്പോഴും ഒരു വി ഷുഡ് ബി ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് ഓൾവേസ്. നമുക്ക് പറ്റുന്ന സമയത്തൊക്കെ നമ്മൾ അതിന് എന്തെങ്കിലും ഒരു വഴി നമ്മൾ കണ്ടുപിടിക്കണം, നല്ല വഴി. ഓക്കെ, അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എനിക്ക് എല്ലാവരോടും ഞാൻ പറയാലോ, ഇപ്പോൾ വീട്ടിലെ ജോലി കിട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നവരോടൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമ്മളെ നാട്ടിൽ. ഒരുപാട് കമ്പനീസ് ഒരുപാട് ജോബ് ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടട്ടെ, ജോലി ഇല്ലാത്തവരാണെങ്കിൽ. പിന്നെ ഫാമിലി ലൈഫിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഹോം മേക്കേഴ്സ് ആണെങ്കിൽ അവരോടും ഒരുപാട് എന്താ പറയുക റെസ്പെക്റ്റ് ആണുള്ളത്. ബിക്കോസ് ഹോം മേക്കിംഗ് ഈസ് നോട്ട് എ വെരി ഈസി ജോബ്. അതുകൊണ്ട് നിങ്ങൾ ഹൗസ് വൈഫ്സ് ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തോട്ടോ. ഞാനിപ്പോൾ കുഞ്ഞു പിള്ളേരല്ലേ, കുഞ്ഞു പെണ്ണല്ലേ, അല്ലേ, ചെറിയ കുട്ടിയല്ലേ, ഇപ്പോൾ ഭയങ്കര ഏജ് ആയിട്ടില്ലല്ലോ. അപ്പോൾ എനിക്കിപ്പോൾ തന്നെ ഒരു ഫാമിലി റെസ്പോൺസിബിലിറ്റി മാത്രം നോക്കിയിരിക്കേണ്ട സമയമല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ദാറ്റ്സ് വൈ ഐ എം ഡൂയിങ് ദിസ് ജോബ്. സോ എല്ലാവരും ജോയിൻ ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു 2 മിനിറ്റ് സമയം കിട്ടിയപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വന്നതാണ്. അയ്യോ, ഒരാൾ ക്യാമറ ഓൺ ആക്കിയിട്ട് എന്തോ കളിക്കുന്നല്ലോ. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാം. നമുക്കല്ല, എനിക്ക് പണിയെടുത്ത് ക്ഷീണിച്ച് വരാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കില്ല ഇങ്ങനെ ഒരുങ്ങി കിട്ടിയിരിക്കുന്ന വർക്ക് ഫ്രം ഹോമിനെ. ഞാൻ മുന്നത്തെ ഫസ്റ്റ് ഡേ പറഞ്ഞില്ലേ, അന്നത്തെ ഫോമിലൊക്കെ മാറി ഇപ്പോൾ കുറച്ച് കാഷ്വൽ ഔട്ട്ഫിറ്റൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ ബി പ്രസൻറ്റബിൾ ഓൾവേസ്. നമ്മൾ എപ്പോഴും എൻ്റെ റൂട്ടീൻ അതുപോലെ തന്നെ. രാവിലെ എഴുന്നേൽക്കുന്നു, ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് കാണിച്ചു തരാം. എൻ്റെ വർക്ക് ഡേ ഇൻ മൈ ലൈഫ് അതുപോലെയാണ് ഞാൻ ഇന്നിപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബൈ ദ ബൈ, ഞാൻ പോകുന്നു. പിന്നെ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് വരാം. ഹായ് എവ്രി വൺ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് 1 വീക്ക് കഴിഞ്ഞു വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇപ്പോഴും ഞാൻ എൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് വർക്കിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ എന്ന് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത്. ബിക്കോസ് അതിനൊരു എൻഡിങ് ഉണ്ടായിരുന്നില്ല. ഞാൻ അപ്പോഴത്തെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ എന്തൊക്കെയോ എടുത്തു, എന്നിട്ട് പിന്നെ അതൊന്നും അവസാനിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതും എൻ്റെ ഒരു ദിവസത്തെ ഒരു വർക്കിംഗ് ഡേ ആണ് കേട്ടോ ഇന്ന്. അപ്പം ഞാൻ ജോലിക്ക് കയറാൻ പോകുന്നേ ഉള്ളൂ. അയ്യോ, സ്വിച്ച് ഇട്ടിട്ടില്ലേ. ഓ മൈ ഗോഡ്നസ്. ലാപ്പ് ചാർജിന് വെച്ചത്, ആ സ്വിച്ച് ഇടാണ്ടാണ് ചാർജിന് വെച്ചത്. എപ്പോഴും ഉള്ള സ്വഭാവം തന്നെ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് എൻ്റെ വർക്ക് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശരിക്കും എങ്ങനെയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കേണ്ടതെന്നൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ഇങ്ങനെ മുന്നോട്ട് പോയത്. സോ ഞാൻ വിചാരിച്ചു ഇന്ന് ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടാന്ന്. ഇതിപ്പോൾ ഫസ്റ്റ് ഡേ ഓഫ് വർക്ക് എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ ഒരാഴ്ചത്തെ വർക്കായി പോയി. എനിവേ, എല്ലാവരോടും ഈ ഒരു സന്തോഷ വാർത്ത അറിയിക്കുക എന്നുള്ളതേ ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇനി എൻ്റെ ഒരു വർക്ക് ഡേ ഇൻ മൈ ലൈഫൊക്കെ ആയിട്ട് ഞാൻ മുന്നേ വീണ്ടും വേറൊരു ദിവസം വരുന്നതായിരിക്കും. സോ ഈ ഒരു ഹാപ്പി ന്യൂസ് എല്ലാവരെയും അറിയിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ എൻ്റെ കൂടെ വേണം. ബിക്കോസ് ഇതൊരു ന്യൂ സ്റ്റാർട്ട് ടു മൈ ലൈഫാണ്. സോ എന്താ പറയുക, ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ആൻഡ് താങ്ക് യു ഓൾ. എനിക്ക് എല്ലാം കൂടെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. അത് നിങ്ങളും അതിനോട് എന്നോട് സഹകരിക്കണം. എല്ലാം നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഇനിയും എനിക്ക് വേണം. ബിക്കോസ് ഞാൻ ഇതും എന്തായാലും നിർത്താനൊന്നും പോകുന്നില്ല. ഇതും ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പം നമുക്ക് രണ്ടും കൂടെ അടി കൂടാണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകണം.
ഓക്കെ, സോ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. എല്ലാവരും സുഖമായിട്ട് സോറി, അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വേറൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ, സീ യു, ഹാവ് എ നൈസ് ഡേ ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ, ബൈ.